നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയാകും. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുമ്പോഴും മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും കൂടെ വിദേശത്തേക്ക് യാത്ര പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം 10-15 ദിവസത്തെ യാത്രയ്ക്കാണ് കുടുംബസമേതം സ്വകാര്യ യാത്രയ്ക്കായി പോയിട്ടുള്ളത്. ഇന്തോനേഷ്യ, UAE, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി പോകുന്നത്. അത് സ്വകാര്യ സന്ദർശനമാണ്. അതുകൊണ്ട് തന്നെ യാത്രയുടെ വിവരങ്ങളെല്ലാം തന്നെ വളരെ സ്വകാര്യമാണ്. ഇതുവരെയും മുഖ്യമന്ത്രിയുടെ യാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പോലും കൃത്യമായി മാധ്യമങ്ങൾക്ക് പോലും അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേറെ ബാധ്യതകളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ കേരളത്തിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വിദേശയാത്രയ്ക്ക് പോകുന്നത്. ഇത് മാത്രമല്ല, വൈദ്യുതി പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരള തീരപ്രദേശങ്ങളിൽ തിര ആഞ്ഞടിച്ചത് മൂലം പല വീടുകളും തകരാറിലായി. അതിനൊന്നും തന്നെ യാതൊരു പരിഹാരവും ഒന്നും നൽകാതെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചില വകുപ്പിലെ മന്ത്രിമാരെല്ലാം തന്നെ ഇത്തരത്തിൽ ടൂറിന് പോയിരിക്കുന്നത്. ഏതായാലും ഇനി സർക്കാരിന് വലിയൊരു ബാധ്യതയാണ് ഈ ഒരു മാസം കഴിയുന്നതോടുകൂടി വരാൻ പോകുന്നത്. കാരണം 16,638 പേരാണ് മെയ്യിൽ പെൻഷനാകുന്നത്. ഇവർക്ക് ആനുകൂല്യം നൽകാൻ 9,151,31,00,000 രൂപ കണ്ടെത്തണം. വിരമിക്കൽ ആനുകൂല്യ വിതരണം നീട്ടൽ, പെൻഷൻ പ്രായം ഏകീകരിച്ച് 1 വർഷം നീട്ടൽ എന്നിവയിലൊന്ന് സർക്കാർ ആലോചിക്കുന്നു. വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷമാവും തീരുമാനം. പ്രായം ഏകീകരണത്തോട് കടുത്ത എതിർപ്പുയർന്നേക്കും. അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷനാണ് കൂടുതൽ സാധ്യത. അതേസമയം വിരമിക്കൽ ആനുകൂല്യം കൂടുതൽ പലിശ നൽകി ട്രഷറി നിക്ഷേപമായി കണക്കാക്കി സാവകാശം തേടുന്നതും ആലോചിക്കുന്നു. ഇത് സംബന്ധിച്ച് ജീവനക്കാർക്ക് ഓപ്ഷൻ നൽകും. ആനുകൂല്യ വിതരണം ഏറെ നീണ്ടാൽ പെൻഷൻകാർ കോടതിയിൽ പോയേക്കുമെന്ന സാധ്യത കണ്ടാണ് ട്രഷറി നിക്ഷേപമാക്കുന്നത്. 14 ലക്ഷം മുതൽ 1.25 കോടി രൂപ വരെയാണ് ഒരാൾക്ക് പെൻഷൻ ആനുകൂല്യമായി നൽകേണ്ടി വരിക. സംസ്ഥാനത്തിന്റെ പൊതുവായ്പ ലഭ്യതയിൽ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രതിസന്ധി കൂടുതൽ മുറുക്കിയത്. ഈ വർഷം എടുക്കാവുന്ന വായ്പയുടെ അറിയിപ്പ് പോലും നാളിതുവരെ കിട്ടിയിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ പ്രായം 57 ആക്കണമെന്ന് കെ മോഹൻദാസ് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശയുണ്ട്. നിലവിൽ 56 ആണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് 60 വയസ്സ് വരെ തുടരാം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം 58 ആണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം 60 ആക്കാൻ 2022 സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും എതിർപ്പിൽ പിൻവാങ്ങുകയായിരുന്നു. KSEB, KSRTC, ജല അതോറിറ്റി ജീവനക്കാരുടെ പെൻഷൻ പ്രായം പരിഷ്കരിക്കുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കാനും തീരുമാനിച്ചിരുന്നു. കേന്ദ്ര സർവീസിൽ 60, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ 58 വയസ്സാണ് പെൻഷൻ പ്രായം. കൃത്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ വിരമിക്കുന്ന ജീവനക്കാർക്ക് പകരം നിയമനം നടത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഇത് കാരണം വിവിധ തസ്തികകളിലേക്ക് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ തൊഴിലവസരമാണ് നഷ്ടമാകുന്നത്. നിയമനം വൈകുന്തോറും റാങ്ക് പട്ടികയുടെ കാലാവധി കഴിയുമെന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ സർക്കാർ ഇക്കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും ആക്ഷേപമുണ്ട്.